ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SR ഫിസിക്സ് അക്കാഡമി. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേഡിയൻ, ഡൈവർജൻസ് ആൻഡ് കേൾ ഓഫ് ഫംഗ്ഷൻ. സോ എന്താണ് ഡെൽ ഓപ്പറേറ്റർ? ഡെൽ ഓപ്പറേറ്റർ പഠിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് റീകോൾ ചെയ്യാം. എന്താണ് സ്കെയിലർ ക്വാണ്ടിറ്റി, എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി? Scalar quantity has എന്താണ് only magnitude. അത് നമുക്ക് ആൾറെഡി അറിയാം. only magnitude, only numbers. എക്സാമ്പിൾ എന്താണ്? ലെങ്ത്, ഡിസ്റ്റൻസ്, വോളിയം, സ്പീഡ്, ടൈം, ടെമ്പറേച്ചർ, വർക്ക്. ഈ എല്ലാ എക്സാമ്പിൾ എടുക്കുമ്പോഴും അതിനെ സ്പെസിഫൈ ചെയ്യുന്നത് only നമ്പേഴ്സ് മാത്രമാണ് എന്താ പറയുക സ്പെസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ക്വാണ്ടിറ്റീസിനെ സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഫോർ എക്സാമ്പിൾ 5 കിലോമീറ്റർ അല്ലേ. സോ അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് നമ്പേഴ്സ് വിത്ത് അതിൻ്റെ യൂണിറ്റ് അല്ലെ, കിലോമീറ്റർ ആണെന്ന് പറയുന്നു. അല്ലെങ്കിൽ 5 kg എന്ന്, മാസ് ആണെങ്കിൽ 5 kg എന്ന് പറയുന്നു. സോ ദാറ്റ് മീൻസ് അതിനെന്താ ഇതെല്ലാം വന്നിട്ട് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റീസിൽ പറയും. എന്നാൽ വെക്റ്റർ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ ദ വെക്റ്റർ ക്വാണ്ടിറ്റി ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വെലോസിറ്റി, ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ്, മൊമെന്റം, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ സപ്പോസ് 2 കിലോമീറ്റർ നോർത്തിൽ പോയി, അല്ലെങ്കിൽ 3 കിലോമീറ്റർ സൗത്ത്. സോ ഇവിടെ സൗത്ത്, നോർത്ത് എല്ലാം എന്താണ് ഒരു ഡയറക്ഷന് സ്പെസിഫൈ ചെയ്യുന്നു അല്ലേ. സോ ഈ ക്വാണ്ടിറ്റീസിന് എന്താ പറയും നമ്മൾ? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. സോ ഇത് രണ്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് ഈ ഡെൽ ഓപ്പറേറ്ററിലോട്ട് പോകും. കാരണം നമ്മളിനി കൂടുതൽ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതലും സ്കെയിലർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റിയും ഡയറക്ഷനെ സ്പെസിഫൈ ചെയ്യും. അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ ഇത് രണ്ടും ജസ്റ്റ് റീകോൾ ചെയ്യാൻ കാരണം. ദ കളക്ഷൻ ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓപ്പറേറ്റേഴ്സ് അല്ലേ. ദ കളക്ഷൻ ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. ഐ, ജെ, കെ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഡയറക്ഷനെ സ്പെസിഫൈ ചെയ്യുന്നു. ഐ വെക്റ്റർ, ജെ വെക്റ്റർ, കെ വെക്റ്റർ is commonly called. ഇതിനെ എന്താണ് കോമൺലി നമ്മൾ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡെൽ ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുന്നത്. സോ എവിടെയായിരുന്നാലും ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഓർമ്മയിരിക്കണം, ഇതൊരു പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ സ്പെസിഫൈ ചെയ്യുന്നതാണ്. സോ ഇത് എളുപ്പമല്ലേ? ഡോ ബൈ ഡോ എക്സ് ഐ വെക്റ്റർ, ഡോ ബൈ ഡോ വൈ ജെ വെക്റ്റർ, ഡോ ബൈ ഡോ ഇസഡ് കെ വെക്റ്റർ അല്ലേ. ഇതിന് വേറൊരു പേരുണ്ട്, അതാണ് നെബ്ല എന്ന് പറയുന്നത്. So NABLA, nebula. The symbol of nebula is represented by inverted triangle. എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രയാങ്കിൾ ആൾറെഡി അറിയാം അല്ലേ. ട്രയാങ്കിൾ എങ്ങനെ എഴുതുന്നത്? നമുക്ക് നോർമൽ ട്രയാങ്കിൾ, അതിൻ്റെ ഇൻവെർട്ടർ എടുത്തു കഴിയുന്നതാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നതാണ് ഡെൽ. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. സോ ഡെൽ എങ്ങനെ എഴുതും? ഇൻവെർട്ടർ ട്രയാങ്കിൾ. സോ ഇൻവെർട്ടർ ട്രയാങ്കിളിന്റെ പാർഷ്യൽ മീൻസ് അതിൻ്റെ ഡെല്ലിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഴുതാൻ പറഞ്ഞാലും ഇത് ഓർമ്മിക്കണം. ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്, ഐ, ജെ, കെ വെക്റ്റർ. Now there are 3 types of derivatives associated with the del operator. First is del. Del നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇറ്റ്സ് എ സ്കെയിലർ വെക്റ്റർ ആൻഡ് വെക്റ്റർ ഫീൽഡ്. സോ ഇവിടെ സ്കെയിലറിന് എന്താ പറയുന്ന ഒരു നമുക്ക് ഡെല്ലിന് ഏതാണോ ഡെൽ വെക്ടറിനെ ഒരു സ്കെയിലർ പ്രോഡക്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പേരിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഗ്രേഡിയൻ. ഒരു പുതിയ വേർഡാണ് കേട്ടോ, ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രേഡിയൻ എഫ് എന്ന് പറയാം. അതുപോലെ വെക്ടർ ഫീൽഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഡെൽ വെക്ടറിന്റെ കൂടെ വേറൊരു വെക്ടർ എഫ് വെക്ടർ, എനി വെക്ടർ, ഓക്കെ, ഒരു വെക്ടർ ഡോട്ട് ചെയ്യുകയാണെങ്കിൽ, മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഡോട്ട് പ്രോഡക്റ്റ് ആണെങ്കിൽ അതിനെ ഡൈവർജൻസ് എന്ന് പറയാം. സോ ഇതിനെ ഡോട്ട് പ്രോഡക്റ്റ് എന്നും ഇതിനെ എന്താ പറയാ? ക്രോസ് പ്രോഡക്റ്റ് എന്നും പറയാം. സോ ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ്, അപ്പൊ ഇവിടെ 2 വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റിനെ നമുക്ക് എന്താ എഴുതാം? ഡൈവർജൻസ് എഫ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ. സോ ഇവിടെ ഡോട്ട് ആണെങ്കിൽ ഇതെന്താണ്? ക്രോസും ഇത് രണ്ടും എന്താണ്? വെക്ടർ ഫീൽഡ് അല്ലേ. ഇതും വെക്ടർ ഫീൽഡ് ആണ്. സോ രണ്ട് വെക്ടർ ഫീൽഡിലും ഒരു ഡോട്ട് പ്രോഡക്റ്റും ഒന്നിൽ ക്രോസ് പ്രോഡക്റ്റും വരികയാണെങ്കിൽ, ഓക്കെ, സോ അത് ഏത് വിഭാഗത്തിൽ പെടും? അതൊരു വെക്ടർ ഫീൽഡിൽ വരുന്നതാണ്. സോ ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് ഡെൽ and 2 vectors, then we can say divergence. And cross product of del and vector,
then we can called as curl f. So ഇപ്പോൾ നമ്മൾ 3 വേർഡ് പഠിച്ചു. ഗ്രേഡിയന്റ് പഠിച്ചു, കേൾ പഠിച്ചു, ഡൈവർജൻസ് പഠിച്ചു. സോ എന്താണ് ഈ ഗ്രേഡിയന്റ്? ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡെൽ വെക്ടർ അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ കൂടെ ഒരു സ്കെയിലർ ഫംഗ്ഷൻ. ഇവിടെ അതിനായിട്ടിരിക്കുന്നത് സ്മോൾ എഫ് ആണ് കേട്ടോ. സ്മോൾ എഫ് ഇതിന്റെ പുറത്ത് എന്താ വെക്ടർ ഇല്ല. അതായത് ഇത് വന്നിട്ട് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, സ്കെയിലർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഡോട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടും? നമുക്ക് അതിനെ പറയുന്ന പേരാണ് ഗ്രേഡിയന്റ്. സോ നമ്മൾ ഇനി കൂടുതൽ പോകുമ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഗ്രേഡിയന്റ് എന്നും ഡൈവർജൻസ് എന്നും കേൾ എന്നും. സോ അതിന്റെ കൂടെ ഈ സിമ്പൽ നല്ലോണം ഓർമ്മിച്ച് വെക്കണം. സോ ഇവിടെ ഏത് ലെറ്റർ എടുത്താലും ഓക്കെ, ഇവിടെ ഞാൻ സ്മോൾ എഫ് എന്ന് എടുക്കാൻ കാരണം ഇതിന്റെ മുകളിൽ വെക്ടർ ഇല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സ്കെയിലർ ഫംഗ്ഷൻ. സോ ഇവിടെ രണ്ട് വന്നിട്ട് ഇതിനെ ഡോട്ട് പ്രോഡക്റ്റ്, വെക്ടർ ഫീൽഡിൽ എന്തോന്നുണ്ട്? 2 ടൈപ്സ് ഉണ്ട്. വൺ ഈസ് ഡോട്ട് പ്രോഡക്റ്റ്, വൺ ഈസ് ക്രോസ് പ്രോഡക്റ്റ് അല്ലേ. സോ ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ്. അപ്പൊ ഇത് 2 വെക്ടേഴ്സിന് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യും. അതിന്റെ പേരെന്താണ്? ഡൈവർജൻസ്. അതുപോലെ 2 വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ഡെൽ വിത്ത് ഡെൽ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് വെക്ടർ. ഓക്കെ, സോ വി വിൽ ഗെറ്റ് കേൾ എഫ്. സോ വി ക്യാൻ സേ ദാറ്റ് കേൾ എഫ്. ഇത് ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു, നമുക്കറിയാം അല്ലേ, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് എന്താണ്? ഡെൽ. സോ ഡെല്ലിന് എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ എക്സ് ഐ വെക്ടർ, ഡോ ബൈ ഡോ വൈ ജെ വെക്ടർ, ഡോ ബൈ ഡോ ഇസഡ് കെ വെക്ടർ എന്ന് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, വിത്ത് റെസ്പെക്ട് എക്സ് വൈ ഇസഡ് ഡയറക്ഷൻ. സോ ഇവിടെ ദ ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലർ ഫംഗ്ഷൻ ഈസ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ എന്താണ്? സോ ഇത് നമുക്ക് കുറച്ച് മുമ്പേ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ഡെൽ വെക്ടർ കൂടെ ഒരു സ്കെയിലർ ഫംഗ്ഷൻ എടുക്കുമ്പോൾ അതിനെന്താ പറയും? നമ്മൾ പേര് ഗ്രേഡിയന്റ് ആണെന്ന് പറഞ്ഞു. ഇത് നമുക്ക് ക്ലിയർ ആയല്ലോ? സോ ഇതെന്തോന്നാണ്? ഒരു സ്കെയിലർ ഫംഗ്ഷൻ ആണ്. സോ നമുക്ക് ഇതിന്റെ റിസൾട്ട് എന്താ കിട്ടും? റിസൾട്ടന്റ് വന്നിട്ട് വെക്ടർ ക്വാണ്ടിറ്റി ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം വന്നിട്ട് the resultant of the gradient. ഓക്കെ, എപ്പോഴും ഓർമ്മിക്കണം, the result of the gradient is എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ്, വെക്ടർ ഫീൽഡ് ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് അപ്പോൾ ന്യൂമറിക്കലൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ഇത് ജസ്റ്റ് മൈൻഡിൽ വെച്ചിരിക്കണം, എന്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന കാര്യം. നെക്സ്റ്റ്, ഡൈവർജൻസ് ഓഫ് വെക്ടർ ഫംഗ്ഷൻ ഈസ് സ്കെയിലർ ക്വാണ്ടിറ്റി. സോ നമുക്ക് ഡൈവർജൻസ് കുറച്ച് മുമ്പ് ഞാൻ സിമ്പിൾ പറഞ്ഞായിരുന്നു. എന്തോന്നാണ്? ഡെൽ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് വെക്ടർ എഫ്. സോ നമുക്ക് എന്താ കിട്ടും? അതിന്റെ പേരാണ് ഡൈവർജൻസ്. അപ്പൊ ഇത് രണ്ടും വെക്ടർ അല്ലേ. സോ വെക്ടറിന്റെ കൂടെ രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താ കിട്ടുന്നു? നമുക്ക് സ്കെയിലർ ക്വാണ്ടിറ്റി. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, കേൾ ഓഫ് വെക്ടർ ക്വാണ്ടിറ്റി ഈസ് വെക്ടർ ക്വാണ്ടിറ്റി. അപ്പൊ കേൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ക്രോസ് പ്രോഡക്റ്റ്. അതെ, ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു ഡെൽ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് വെക്ടർ. സോ ദാറ്റ് ഈസ് കേൾ. Curl of the vector we will get എന്താണ് റിസൾട്ട്? വെക്ടർ ക്വാണ്ടിറ്റി. സോ ഓർമ്മിക്കുക, എപ്പോഴാണ് ഗ്രേഡിയന്റ് ആവണമെങ്കിൽ ഒരു വെക്ടറിന്റെ കൂടെ ഒരു സ്കെയിലർ ഫംഗ്ഷൻ ഡെല്ലിന്റെ കൂടെ ഒരു സ്കെയിലർ ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ഗ്രേഡിയന്റ് ആണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്താ കിട്ടും? വെക്ടർ ക്വാണ്ടിറ്റി കിട്ടും. പക്ഷേ വെക്ടറിൽ തന്നെ വെക്ടറിന്റെ ഡൈവേർജൻസ് നോക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ഇത് വന്ന് സ്കെയിലർ ക്വാണ്ടിറ്റിയും. നെക്സ്റ്റ്, ഒരു ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, ദാറ്റ് മീൻസ് കേൾ ഓഫ് ദ വെക്ടർ, അതിന്റെ റിസൾട്ട് കിട്ടുന്നത് വെക്ടർ ക്വാണ്ടിറ്റിയും ആയിരിക്കും. നെക്സ്റ്റ്, എന്താണ് ഈ ഗ്രേഡിയന്റ് ഓഫ് സ്കെയിലർ ഫീൽഡ് എന്ന് നോക്കാം. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചായിരുന്നു, ആൻ ഓപ്പറേറ്റർ വിച്ച് ഈസ് ആൾവേസ് അപ്ലൈഡ് ടു എ സ്കെയിലർ ഫീൽഡ്, ദ റിസൾട്ടന്റ് എന്താ കിട്ടും? ഈസ് വെക്ടർ ഫീൽഡ്. ഓക്കെ, സോ ഇവിടെ ഇത് വന്നിട്ട് സ്മോൾ എഫ് ആണ് കേട്ടോ, സ്മോൾ എഫ്. സോ ഹിയർ എഫ് എന്ന് പറഞ്ഞാൽ എന്തായാലും സ്കെയിലർ ഫീൽഡ്, അതിൽ എഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫൈ എന്ന് പറയാം, എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഹിയർ ഇറ്റ് ഷുഡ് ബി ദ നോ വെക്ടർ, അത്രയേ ഉള്ളൂ. സോ ഹിയർ എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾ. ദ ഗ്രേഡിയന്റ് നമുക്ക് എങ്ങനെ എഴുതാം? സോ നമുക്ക് ഡെൽ എന്താണെന്ന് അറിയാലേ? ഡോ ബൈ ഡോ എക്സ് ഐ വെക്ടർ, ഡോ ബൈ ഡോ വൈ ജെ വെക്ടർ, ഡോ ബൈ ഡോ ഇസഡ് കെ വെക്ടർ. പക്ഷെ ഇവിടെ എന്താ വന്നു? ഗ്രേഡിയന്റിന്റെ എഫ് വന്നിട്ടുണ്ട് അല്ലേ? സോ സ്കെയിലർ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. സോ ഈ സ്കെയിലർ ഫംഗ്ഷൻ എന്തോ ആവാം, എക്സ് വൈ ഇസഡ് എന്തായാലും. സോ ഇവിടെ അതിന് ഞാൻ ഇവിടെ എഫ് എന്ന് കോമൺലി എടുത്തിട്ടുണ്ട്. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ വെക്ടർ, ഡോ എഫ് ബൈ ഡോ വൈ ജെ വെക്ടർ, ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ വെക്ടർ. സോ ഇത് ക്ലിയർ ആണല്ലോ? സോ എപ്പോഴാണോ
ഗ്രേഡിയന്റ് ഓഫ് സ്കെയിലർ ഫീൽഡ് എന്ന് എഴുതുന്നു. സോ നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഡോ എഫ് ബൈ ഡോ എക്സ് എന്നും ഡോ എഫ് ബൈ ഡോ എ ഡോ എഫ് ബൈ ഡോ ഇസഡ്. നെക്സ്റ്റ്, സോ ഇവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മളിപ്പോൾ ഇവിടെ എന്താ എടുക്കുന്നത്, ഗ്രേഡിയന്റ് ആണ് എടുത്തിരിക്കുന്നത്. ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നോർമലി നമ്മൾ മാത്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താ പറയുക, ഒരു സൈക്കിളിൽ ഒരാൾ മുകളിലോട്ട് കയറാണെന്ന് വെച്ചോളൂ. സോ ഇതിന്റെ ചേഞ്ച് ഇൻ ഹൈറ്റ്, എത്രത്തോളം ഹൈറ്റിലോട്ട് പോയി, എത്രയാണ് നമ്മൾ അക്രോസ് ഈ ഏരിയയിൽ എത്രയാണ് ദൂരം പോയി എന്നും കൂടെ അറിയുക അല്ലേ. സോ ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ് ബൈ അക്രോസ് അല്ലെങ്കിൽ എന്താണ് റൈസ് ബൈ റൺ. സോ ഇതിന്റെ ഒരു പൊസിഷൻ ഇത് എടുക്കുകയാണെങ്കിൽ ഈ ഇമേജിലാണെങ്കിൽ ഇപ്പൊ എത്രയാണ് റൈസ് അപ്പിലോട്ട് പോയെന്ന് പറയാം, ഇവിടെ നോക്കുമ്പോൾ 4 പോയി അല്ലേ. സോ അക്രോസ് എത്രയാണ് 4, രണ്ടും അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 3യും 2 ഉണ്ടായിരിക്കും, എന്ത് വേണമെങ്കിലും. ബട്ട് യൂഷ്വലി നമ്മൾ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുമ്പോൾ G ഈക്വൽ ടു ഹൗ മച്ച് അപ്പിൽ പോയി ഹൗ മച്ച് അക്രോസ് പോയി, rise by run. So in this case 4 by 1, the gradient is 1. Okay, next, a gradient gives the rate of change of f of x, y, z in any direction in space. So example E equal to minus gradient v. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഇവിടെ വന്നിട്ട് rate of change of field of with respect to x, y, z in any direction in space. നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, സോ ഇവിടെ വന്നിട്ട് ഇ എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. സോ ഇത് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ, ഇതിവിടെ വി ആണെങ്കിൽ ഇതെന്തോന്നാണ്, ഒരു സ്കെയിലർ ആണ്. അപ്പൊ ഇവിടെ മൈനസ് സൈൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസ് ഓഫ് പൊട്ടൻഷ്യൽ. പിന്നെ ഇവിടെ ഈ ഇമേജ് നോക്ക്. സോ ഇതില് ദ ഗ്രേഡിയന്റ് ഓഫ് സ്കെയിലർ ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഫീൽഡ്. ഇതിന്റെ മീനിങ് എന്താണ്, മാഗ്നിറ്റ്യൂഡ് തരും. നമ്മൾ ആൾറെഡി പറഞ്ഞായിരുന്നു ഗ്രേഡിയന്റ് ഓഫ് സ്കെയിലർ ഫീൽഡിന്റെ റിസൾട്ട് എന്താ വരും, ഒരു വെക്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് വരും, ഇപ്പൊ ഒരു റൂം ഹീറ്റർ ആണെന്ന് വെച്ചോളൂ അല്ലെ. റൂം ഹീറ്ററിന്റെ നമ്മൾ അടുത്താണ് സപ്പോസ് ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ കാല് വയ്ക്കാൻ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ചൂട്, നമുക്ക് നോർമൽ കുറച്ച് ചൂട് കൂടുതലായിരിക്കും അല്ലെ. പക്ഷേ കുറച്ചുകൂടെ ദൂരെയാണ്, അലോങ് ഒരു കുറച്ച് ഫാർ ഈ ഏരിയയിലോട്ട് എടുക്കുക അല്ലെങ്കിൽ ഈ ഏരിയയിലോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ കമ്പയർ ടു ഈ റൂം ഹീറ്ററിന്റെ ഈ അടുത്തിരിക്കുന്ന ഹീറ്ററിനെക്കാളും ഇവിടെ എന്താവും, ചൂട് സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. സോ ഇതിന്റെ ഗ്രേഡിയന്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെ, ഇതുപോലത്തെ എന്ത് എക്സാമ്പിൾ നമ്മൾ എടുക്കും, ഇതിന്റെ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം, അല്ലെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് ദ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഫീൽഡും അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയല്ലോ? നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ ഈ ഒരു സൈക്കിളിൽ ഒരു കുട്ടി എന്താണ് മുകളിലോട്ട്, മീൻസ് മൗണ്ടൻ എവിടെയാണ്, റോഡിലോട്ട് കയറുകയാണ്. സോ റോഡാണ് വെച്ചോളൂ. കയറുകയാണെങ്കിൽ ഇതിനെ നമുക്ക് പറയാം പോസിറ്റീവ് ഗ്രേഡിയന്റ് എന്നും, ഇത് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, നോർമൽ ഗ്രേഡിയന്റ്. ഇവിടെ എന്താ പറയുക, താഴോട്ട് വരികയാണെങ്കിൽ നെഗറ്റീവ് അല്ലെ, ഓപ്പോസിറ്റ് അല്ലേ വരുന്നത്. സോ നെഗറ്റീവ് ഗ്രേഡിയന്റ് എന്ന് പറയും. സോ ഇവിടെ ഈ സ്ലോപ്പ് വന്നിട്ട് ഇവിടെ എന്താണ്, കുറച്ച് ലെസ് ആണ് അല്ലെ. നമ്മളിപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ കമ്പയർ ടു ഇതിന് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താ, ഇതിന്റെ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കണമെങ്കിൽ സപ്പോസ് ഇതിന്റെ അക്രോസ് എത്രയാണ്, അപ്പ് എത്രയാണ്, സപ്പോസ് 3 തന്നിട്ടുണ്ട്, ഇവിടത്തെ ഡിസ്റ്റൻസ് വന്നിട്ട് 5 തന്നിട്ടുണ്ട് അല്ലെ. സോ നമുക്കറിയാം ഗ്രേഡിയന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, റൈസ് ബൈ റൺ, ദാറ്റ് മീൻസ് അപ്പ് ബൈ അക്രോസ് അല്ലെ. സോ 3 by 5. സോ ഇതിന്റെ ഗ്രേഡിയന്റ് പറഞ്ഞാൽ 0.6 ആണ്. നമ്മൾ കുറച്ചുകൂടെ കുത്തനെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് അതിനനുസരിച്ച് അപ്പ് കൂടും അക്രോസും കൂടും ചെയ്യും. നെക്സ്റ്റ് ഇവിടെ വന്നിട്ട് താഴോട്ട് വരികയാണ്. അപ്പൊ ഇത് നമുക്ക് പറയേണ്ടത് നെഗറ്റീവ് ഗ്രേഡിയന്റ് എന്നാണ് പറയേണ്ടത്. സോ ഇവിടെ നെഗറ്റീവ് ഗ്രേഡിയന്റില് സോ ഇവിടെ എന്താണ് അപ്പ് തന്നിരിക്കുന്നത് -4 എന്തുകൊണ്ട് വന്നു, ബിക്കോസ് ഓഫ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റും. ഇവിടെ അക്രോസ് വന്നിട്ട് 2, സോ -4/2. സോ ഈ കേസിൽ നമുക്ക് കിട്ടുന്ന ഗ്രേഡിയന്റ് -2 ആണ്. ജസ്റ്റ് ഞാൻ നോർമൽ എക്സാമ്പിൾ പറയുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ വന്നിട്ട് അക്രോസ് കിട്ടി കഴിഞ്ഞു, പക്ഷെ ഇവിടെ ഹൈറ്റ് അപ്പോ അല്ലെങ്കിൽ ഡൗൺ ഇല്ല. സോ ദാറ്റ് മീൻസ് ദ ഫ്ലാറ്റ് സർഫേസ് അല്ലേ. സോ 0/nothing, ഒരു മൂവ്മെന്റും ആയില്ല, അപ്പിൽ പോയില്ല, അക്രോസ് ആവാത്തോണ്ട് 0 എന്ന് വയ്ക്കും. അപ്പൊ 0/5 = 0.
സോ ഈ കേസിൽ ഇതിന്റെ ഗ്രേഡിയന്റ് ഓർമ്മ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുക, ഇത് ഫോട്ടോ തന്നിട്ട് ഇതിന്റെ ഗ്രേഡിയന്റ് എത്രയാണ്, ദാറ്റ് മീൻസ് നത്തിങ് 0. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പ് ബൈ അക്രോസ്. ഇനി നമുക്ക് ഒരു സ്കെയിലർ ഫംഗ്ഷൻ തന്നിട്ടുണ്ടല്ലേ, എഫ് ഈക്വൽ ടു എക്സ് വൈ ഇസഡ്, ഫൈൻഡ് ഡെൽ എഫ്. എങ്ങനെയാണ് ഡെൽ എഫ് കാണുന്നതെന്ന് നോക്കാം. സോ ഇവിടെ സ്കെയിലർ ഫംഗ്ഷൻ ആണ് നമുക്കറിയാം, പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എന്താണ്, വെക്ടർ ഫംഗ്ഷൻ ആണെന്നും അക്കോർഡിംഗ് ടു ഗ്രേഡിയന്റ് റൂൾ അനുസരിച്ച് അറിയാം. സോ ഡെൽ എഫ്, ഡെല്ലിന്റെ എന്താണ്, ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ, ഡോ എഫ് ബൈ ഇസഡ് ആൻഡ് വെക്ടേഴ്സ് ഐ ജെ കെ വെക്ടേഴ്സ്. സോ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് എഫിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നു, എക്സ് വൈ ഇസഡ് വാല്യൂ ഇവിടെ ഓരോ ഇതിൽ കൊടുക്കുക. സോ ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ ഡയറക്റ്റ് എഴുതിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഓരോന്നായിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യാം. സോ ഇൻസ്റ്റെഡ് ഓഫ് എഫ് വരാം എക്സ് വൈ ഇസഡ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ നമുക്ക് എക്സ് പോവും, ബാലൻസ് എന്താ കിട്ടും, വൈ ഇസഡ് കിട്ടിയല്ലോ. നെക്സ്റ്റ് എന്താണ്, ഡോ എഫ് ബൈ ഡോ വൈ. ഓക്കെ, എഫിന് വരാം വൈ വിത്ത് റെസ്പെക്ട് ടു വൈ, വൈ ആണെങ്കിൽ വൈനെ ക്യാൻസൽ ചെയ്യുക, എക്സ് ഇസഡ് കിട്ടി വിത്ത് ജെ വെക്ടർ. നെക്സ്റ്റ് ഡോ എഫ് ബൈ ഡോ ഇസഡ്, ഇസഡ് ആണെങ്കിൽ എക്സ് വൈ അല്ലേ, കെ വെക്ടർ. സോ ഇത് എക്സ് വൈയും കിട്ടി. സോ ഇവിടെ ഐ ജെ കെ ഇസ് ദ ഡയറക്ഷൻ ഇറ്റ് ഈസ് ഷോയിങ്, ദാറ്റ് ഇറ്റ് ഈസ് ദ, that means we can say that our resultant we got it in gradient of scalar field. Our last result is vector function or vector field. Clear ayallo, because I j k vannu. Next, divergence of vector field. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചായിരുന്നു, ഡൈവർജന്റ് ക്യാൻ ബി റിട്ടേൺ ആസ് എന്താണ്, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ. സോ ഈ ഡോട്ട് പ്രോഡക്റ്റിനെ നമുക്ക് എന്താ പറയുക, ഡെൽ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഡെൽ ആൻഡ് എഫ് അല്ലേ. സോ ഡൈവർജന്റ് എഫ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ് എന്ന് പറയാം. ഇതിന് എന്താ പറയുന്നത്, ഡോട്ട് പ്രോഡക്റ്റ്. സോ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞായിരുന്നു, ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, ആൻസർ എന്താണ് കിട്ടുന്നത്, സ്കെയിലർ, റിസൾട്ട് വന്നിട്ട് സ്കെയിലർ ഫീൽഡിൽ കിട്ടും. So the divergence of the vector field is scalar function. Okay, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള, സിമ്പിൾ ആയിട്ട് ചോദിക്കാം. സോ ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടിരിക്കുന്ന 3 വേരിയബിൾ F1, F2, F3 എന്ന് പറഞ്ഞിട്ട് കോമൺലി ഇട്ടിട്ടുണ്ട്. പിന്നെ ഡെൽ ഡോട്ട് എഫിനെ തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 is positive divergence and 1 is negative divergence and next is zero divergence. പക്ഷെ ഇവിടെ പോസിറ്റീവ് ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പോയിന്റ് എടുക്കുക, ഈ പോയിന്റിൽ എവേ ഫ്രം ദ ചാർജ് അല്ലേ, എവേ ഫ്രം ദ ചാർജ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ഡൈവർജൻസ് എന്നും, ദിസ് ഇസ് ടുവേഴ്സ് ദ പോയിന്റിലാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇതിനെ നെഗറ്റീവ് ഡൈവർജൻസ്. ഇതൊരു എക്സാമ്പിൾ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. യൂഷ്വലി ഇതിനെ പോസിറ്റീവ് ആണെങ്കിൽ ഇത് സ്പ്രെഡ് ആയി പോകണം അല്ലേ, സ്പ്രെഡ് ആയി പോകണതിന് നമ്മൾ പോസിറ്റീവ് ഡൈവർജൻസ് എന്ന്, നെഗറ്റീവ് ആണെങ്കിൽ അത് കൺവേർജ് ആയി വരുന്നു, അതിനെ നെഗറ്റീവ് ഡൈവർജൻസ് എന്നും പറയാം. നെക്സ്റ്റ് സീറോ ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഈ വെക്ടർ ഫീൽഡ് വന്നിട്ട് ഡസ് നോട്ട് ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ആസ് യു മൂവ് അലോങ് ദ ഫ്ലോ ഓഫ് ദ വെക്ടർ, ഇത് എങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഒരു ചേഞ്ചസും ഇല്ല. ദാറ്റ് ഈസ് വി ക്യാൻ സേ ദാറ്റ് ദർ ഇറ്റ് ഈസ് ദ സീറോ ഡൈവർജൻസ്. പിന്നെ ഒരു കാര്യം 1 മാർക്ക് ക്വസ്റ്റ്യൻ ഓർമ്മിക്കണം, എ വെക്ടർ ഫംഗ്ഷൻ എഫ് ഈസ് സെഡ് ടു ബി സോളിനോയിഡൽ ആണെങ്കിൽ, എപ്പോഴാണോ ഡെൽ ഡോട്ട് എഫ് വെക്ടർ 0 എന്ന് പറയുന്നെങ്കിൽ, ഇത് രണ്ടും വെക്ടർ ആണ് കേട്ടോ, രണ്ടും മീൻസ് ഡോട്ട് പ്രോഡക്റ്റിൽ വരികയാണെങ്കിൽ ഇതിനെ എന്താ പറയാ, നമുക്ക് സോളിനോയിഡൽ വെക്ടർ ഫീൽഡ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു എക്സ് ഇസഡ് ഐ വെക്ടർ എക്സ് വൈ ഇസഡ് ജെ വെക്ടർ മൈനസ് വൈ സ്ക്വയർ കെ, ഫൈൻഡ് ഡൈവർജന്റ് എഫ്. സോ ഡൈവർജന്റ് എഫ് ആണെങ്കിൽ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് എഴുതേണ്ടത് ഡൈവർജന്റ് ഡെൽ ഡോട്ട് എഫ്. സോ ഇവിടെ നമുക്കിതറിയാം, ഡെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ ബൈ ഡോ എക്സ് ഐ വെക്ടർ, ഡോ ബൈ ഡോ വൈ ജെ വെക്ടർ, ഡോ ബൈ ഡോ ഇസഡ് കെ വെക്ടർ അറിയാം. പിന്നെ ഇവിടെ എന്താണ് നമുക്ക് എഫ് തന്നിരിക്കുന്ന വാല്യൂ നോക്കുക, എക്സ് ഇസഡ് ഐ വൈ എക്സ് വൈ ഇസഡ് ജെ മൈനസ് വൈ സ്ക്വയർ കെ. അതായത് ഇൻസ്റ്റെഡ് ഓഫ് എഫിന് പകരം നമ്മൾ എഴുതിയിരിക്കുന്നത് ഈ വാല്യൂ എന്ന് മാത്രം. ഓക്കെ, ഇനി നമ്മൾ ഇതിന് എന്താ ചെയ്യുന്നു, ഡോട്ട് ചെയ്യാൻ പോകുന്നു. ഡോട്ട് ചെയ്യുമ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു റൂൾ അറിയാം അല്ലേ, ഐ ഡോട്ട് ഐ ഈക്വൽ ടു 1, ജെ ഡോട്ട് ജെ ഈക്വൽ ടു 1, കെ ഡോട്ട് കെ ഈക്വൽ ടു 1. ഓക്കെ, സോ ഇവിടെ ഇതിലെന്താ പറയുക, അപ്പോൾ സോ ഇവിടെ എന്താണ്, ഡോ ബൈ ഡോ എക്സ് അല്ലേ.
സോ ഐ ഇൻറ്റു ഐ 1 ആവും, ബാക്കി ഇവിടെ എന്തുകൊണ്ട് എക്സ് ഇസഡ്, സോ എക്സ് ഇസഡ് കിട്ടി. അതായത് ഡോ ബൈ ഡോ വൈ ആൻഡ് ഇവിടെ എന്താണ് എക്സ് വൈ ഇസഡ് കിട്ടി. പിന്നെ ഡോ ബൈ ഡോ ഇസഡ് ഇവിടെ എന്താണ് മൈനസ് വൈ സ്ക്വയർ കിട്ടി. ഇവിടെ സൈൻ വന്നിട്ട് ബാക്കി രണ്ടിലും പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ഇട്ടു, പക്ഷെ ഇതിവിടുത്തെ സൈൻ മൈനസ് ആയതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റിൽ മൈനസ് വൈ സ്ക്വയർ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുമെന്ന് നോക്കാം. സോ ഇവിടെ എന്താണ് എക്സ് ടേം അല്ലേ അല്ലേ, സോ എക്സും എക്സ് ടേം എടുക്കുമ്പോൾ ബാലൻസ് ഇവിടെ ഇസഡ് ഉണ്ട്, പ്ലസ് ഡോ ബൈ ഡോ വൈ, വൈ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താണ് എക്സ് ഇസഡ്. സോ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഇസഡിന് ഇവിടെ ഇസഡ് ടേം ഇല്ല, സോ അതുകൊണ്ട് ഇത് ക്യാൻസൽ ആയി പോകുന്നു അല്ലേ. സോ വി അറ്റ് ലാസ്റ്റ് വി വിൽ ഗെറ്റ് എക്സ് പ്ലസ് വൈ ഇസഡ്. സോ ഇവിടെ എവിടെയെങ്കിലും ഐയോ ജെയോ കെ എന്ന് പറയുന്ന വെക്ടർ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. സോ ഇത് എന്തോന്നാണ്, ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്കെയിലർ ഫംഗ്ഷൻ അല്ലേ. സോ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, ഒരു ഡെൽ വെക്ടർ, ഓക്കെ, ഡെല്ലിന്റെ കൂടെ ഒരു എഫ് വെക്ടർ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, ഒരു സ്കെയിലർ ഫംഗ്ഷൻ ആണ്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. നെക്സ്റ്റ് കേൾ ഓഫ് വെക്ടർ ഫീൽഡ്. ഈ കേൾ ഓഫ് വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താ പറയാ, ക്രോസ് പ്രോഡക്റ്റ് ആണ്. സോ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ അത് ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം, ഡെൽ ക്രോസ് വെക്ടർ എഫ് അല്ലേ. സോ ഇവിടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ടന്റ് ഞാൻ പറഞ്ഞു എന്താ വരിക, വെക്ടർ ഫീൽഡിലാണ് വരുന്നത് അല്ലേ. സോ ദർ ആർ ടു ടൈപ്പ്, റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ. സോ ഇവിടെ റൊട്ടേഷണലും ഇറൊട്ടേഷണലും, റൊട്ടേഷണൽ എന്ന് പറഞ്ഞാൽ അതിനെ പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് അല്ലെ, പോസിറ്റീവ് റൊട്ടേഷൻ ആണെങ്കിൽ നമുക്കിതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നും, ഒരു നെഗറ്റീവ് റൊട്ടേഷൻ ആണെങ്കിൽ ഇതിനെ ആന്റി ക്ലോക്ക് വൈസ് എന്നും നമ്മൾ പറയുന്നു. സോ അതിന്റെ മീനിങ് കേൾ ഓഫ് വെക്ടർ ഫീൽഡ് ടു ടൈപ്സ് ഉണ്ട്, ദർ ഇറ്റ് ഈസ് റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ. റൊട്ടേഷണലില് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ആന്റി ക്ലോക്ക് വൈസ്. എപ്പോഴാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, പോസിറ്റീവ് റൊട്ടേഷനെ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നും നെഗറ്റീവ് റൊട്ടേഷൻ നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് എന്നും എടുക്കാം. സോ റൊട്ടേഷൻ ഓഫ് ദ മൂവ്മെന്റ്. ഓക്കെ, സം ഫീൽഡിൽ എപ്പോഴും കേൾ നമ്മൾ കർവ് റൊട്ടേഷൻ ട്വിസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ് അവന്റെ കേൾ ആണ് വേണ്ടത്. നെക്സ്റ്റ് ഇറൊട്ടേഷൻ, ദിസ് സ്ട്രൈറ്റ് ആണ് അല്ലേ. സോ ഇവിടെ എപ്പോഴാണോ ഇറൊട്ടേഷണൽ ഫീൽഡ് വരുന്നത്, ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് ഇറൊട്ടേഷണൽ ഫീൽഡ്. ഇതൊരു അനദർ 1 മാർക്ക് ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചായിരുന്നു എപ്പോഴാണ് സോളിനോയിഡ് ഫീൽഡ് വരുന്നത്, ഡെൽ ഡോട്ട് എഫ് 0 വന്നു കഴിഞ്ഞാൽ, ഡെൽ ഡോട്ട് എഫ് 0 വന്നു കഴിഞ്ഞാൽ സോളിനോയിഡും, ഡെൽ ക്രോസ് എഫ് വന്നു കഴിഞ്ഞാൽ ഇറൊട്ടേഷണൽ ഫീൽഡ് എന്നും പറയാം അല്ലെ. ഇവിടെ ഒന്നും കേൾ റൊട്ടേറ്റ് ആവുന്നില്ലല്ലോ, സ്ട്രൈറ്റ് അല്ലേ, അതിനെയാണ് ഇറൊട്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേളിനെ നമുക്ക് ഇത് എങ്ങനെ എഴുതാം, നമുക്ക് മാട്രിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മഴ ഇങ്ങനെ എഴുതി ഐ ജെ കെ ഡോ ബൈ ഡോ, ഇത് മാട്രിക്സ് ഫോമിലാണ് എഴുതുന്നത്, because it is a cross product. So when it is a cross product, we can write it ijk dou by dou x dou by dou y dou by z, and what are the function f1 f2 f3. So any function. Okay, as നമ്മൾ നെക്സ്റ്റ് ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ കിട്ടും. സോ ഡെൽ ക്രോസ് എഫ് എഴുതുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതണം, ദാറ്റ് ഈസ് വി കോൾഡ് as കേൾ ഓഫ് വെക്ടർ ഫീൽഡ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ കേൾ ഓഫ് എ വെക്ടർ ഫീൽഡ്. സോ ഇവിടെ ഒരു ഫംഗ്ഷൻ അവർ തന്നിട്ടുണ്ട്, എക്സ് വൈ ഇസഡിലെ 2xy ഐ വെക്ടർ ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ജെ വെക്ടർ പ്ലസ് 2zy കെ വെക്ടർ. സോ ഇത് എങ്ങനെയാണ് നമ്മൾ കേൾ ഓഫ് ദ വെക്ടർ ഫീൽഡ് കണ്ടുപിടിക്കുന്നത് നോക്കാം. സോ നമുക്കറിയാം കേൾ ഓഫ് ദ വെക്ടർ ഫീൽഡ് എന്നാൽ ഡെൽ ക്രോസ് എഫ്. ഡെൽ ക്രോസ് എഫിന് എങ്ങനെ എഴുതണം, ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. പിന്നെ വേണ്ട F1 F2 F3. സോ ഇൻസ്റ്റെഡ് ഓഫ് F1 F2 F3 ഫോർമുലയ്ക്ക് നമുക്ക് ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുണ്ട്, എക്സിന് 2xy, വൈന് എന്താ തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ജെ വെക്ടർ 2zy. ഓക്കെ, നമ്മളിവിടെ എന്താണ് ഐ ജെ കെ എഴുതുന്നില്ല, കാരണം ആൾറെഡി ഐ ജെ കെ വെക്ടർ എഴുതിയിട്ടുണ്ട്. സോ 2xy എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ 2zy. ഇനി നമുക്കറിയാം അല്ലേ എന്തോന്നാണ് ഐ വെക്ടർ ഐൻ്റെത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യണം, ഐ കണ്ടുപിടിക്കണമെങ്കിൽ ഡോ ബൈ ഡോ വൈ ഓഫ് 2zy മൈനസ് ഓഫ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണ് അല്ലേ. നെക്സ്റ്റ് ജെ വെക്ടർ ആണെങ്കിൽ എന്താണ്, ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഇസഡ് ഇൻറ്റു, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം,
വേറൊരു ഇങ്ക് എടുക്കാം. ഇങ്ക് കളറിൽ നെക്സ്റ്റ് വന്നിട്ട് ഓറഞ്ച് എടുക്കുക. സോ ഇവിടെ ഡോ ബൈ ജെ വെക്ടറിലാണെങ്കിൽ ഏതൊക്കെ വരും? ഇതും ജെ ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിപ്പോ അല്ലേ, പിന്നെ ഇതും കിട്ടി. നെക്സ്റ്റ് കെ വെക്ടർ ആണെങ്കിൽ കെ വെക്ടറിന്റെ എന്താ, കെ പോയി കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ്, ഓക്കെ, കെ ഇതാണെങ്കിൽ ഇതും ക്രോസ് ആയി പോവും, ഇതും ക്രോസ് ആയി പോവും അല്ലേ. ഇത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഡോ മാട്രിക്സിൻ്റെതാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് രണ്ടും കിട്ടി. അതായത് ഐ വിത്ത് റെസ്പെക്ട് ടു ഐ ചെയ്യുകയാണെങ്കിൽ എന്താണോ ലെഫ്റ്റ് ഓവർ പോയത് ഇത് രണ്ടും എടുക്കുക. ജെ ആണ് ചെയ്യുന്നതെങ്കിൽ ജെ ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ആർ ദ, ഇത് ജെ ടേമിന്റെ റോസും കോളംസും എക്സ്ക്ലൂഡിങ് ചെയ്താൽ വാട്ട് ഈസ് റിമൈൻഡിങ് ഹിയർ, അതിന്റെ പ്രോഡക്റ്റ് കിട്ടും. നെക്സ്റ്റ്, സോ ആഫ്റ്റർ ദാറ്റ് വി വിൽ ഗെറ്റ്, ഇവിടെ എന്താണ് വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ, ഇവിടെ വൈ ആണെങ്കിൽ ലാസ്റ്റ് കിട്ടുന്നത് 2z. ഇവിടെ z ആണെങ്കിൽ ഇത് ക്യാൻസൽ ആയി പോവും. ഇവിടെ z സ്ക്വയറിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2z കിട്ടും. ഐ വെക്ടർ മൈനസ് ഓഫ്, ഇവിടെ എന്താണ്, ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് 2zy, എക്സ് ടേം ഇല്ല, സോ ഇത് ക്യാൻസൽ. ഇവിടെയും xy 2xy ഉണ്ട്, z ടേം ഇല്ല, ഇതും ക്യാൻസൽ. അപ്പൊ 0i_j. നെക്സ്റ്റ് ഡോ ബൈ ഡോ എക്സ് ഓഫ്, ഇവിടെ എക്സ് ടേം ഉണ്ട്, z ടേം ഇല്ല, സോ 2x മൈനസ് ഓഫ്, ഇവിടെ y ടേം ഉണ്ട്, സോ വി ഗെറ്റ് ഇറ്റ് ബാലൻസ് 2x. ഇത് കഴിഞ്ഞിട്ട് 2z മൈനസ് 2z 0, 2x മൈനസ് 2x, സോ വി വിൽ ഗെറ്റ് ദ, സോ ഇവിടെ എങ്ങനെയാണ് 0 വന്നത്? 2z മൈനസ് 2z ഉം 0, ഇവിടെ ആൾറെഡി 0 ആണ്. നെക്സ്റ്റ് ഇവിടെ 2x മൈനസ് 2x വന്നാലും 0 ആണ്, സോ വി ഗോട്ട് ഇറ്റ് 0. ഇത് ഈ കേസിൽ 0 ആയി. ചില കേസിൽ വന്നിട്ട് 0 അല്ലെങ്കിൽ നമുക്ക് എന്താ കിട്ടും? ഒരു വെക്റ്റർ ഫീൽഡിന്റെ അല്ലെങ്കിൽ വെക്റ്റർ ഫംഗ്ഷന്റെ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.